Hi all. In this video, we are going to discuss a few more OOPS concepts that are encapsulation, inheritance, and polymorphism. So let's discuss about encapsulation first. Basically, encapsulation എന്ന് പറയുന്നത് it's a process of wrapping of data and methods in a single unit. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, data and methods operating on that data are combined together to form a single unit. എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി? ഒരു ക്ലാസ്സിനെ അല്ലേ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡേറ്റയും കോഡിനെയും ഒന്നിച്ച് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം, അതാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ജാവയിൽ എൻകാപ്സുലേഷൻ അച്ചീവ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിനകത്തുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾസ് അത് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു പോയിന്റ് നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്, എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ഹൈഡിങ് ആൻഡ് അബ്സ്ട്രാക്ഷൻ. ജാവയ്ക്കകത്ത് നമ്മൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിൾസ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം, പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആ ക്ലാസ്സിന് പുറത്ത് എവിടെയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കിനി എൻകാപ്സുലേഷന് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഇവിടെ എനിക്കൊരു ക്ലാസ് ഉണ്ട് പേഴ്സൺ എന്ന് പറഞ്ഞ്. ദെൻ ഞാൻ അതിനകത്ത് രണ്ട് ഇൻസ്റ്റൻസ് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രിംഗ് ടൈപ്പ് ഒരു ഇൻഡിജർ ടൈപ്പും. രണ്ടും ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ദെൻ അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും നോക്കിക്കേ, ഗെറ്റ് നെയിം, സെറ്റ് നെയിം, ഗെറ്റ് ഏജ്, സെറ്റ് ഏജ്, ഇതെല്ലാം എന്താണ്? പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഓരോ ഫങ്ഷന്റെയും ഡെഫിനിഷനും ഞാൻ ഇതിനകത്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സോ എൻകാപ്സുലേഷൻ എനേബിൾ ആവണമെങ്കിൽ എൻ്റെ ക്ലാസ്സിനകത്തുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾസ് എല്ലാം പ്രൈവറ്റ് ആവണം, എങ്കിൽ മാത്രമേ അത് ആ ക്ലാസ്സിൽ മാത്രം ആക്സസിബിൾ ആവുള്ളൂ. പക്ഷെ എനിക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ, ഈ ക്ലാസ്സിന് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഞാൻ പബ്ലിക് ആയിട്ട് കൊടുത്താലേ പറ്റുള്ളൂ. ഇനി ഈ ഡ്രൈവർ ക്ലാസ് നോക്കിക്കേ, മെയിൻ എന്ന് പറയുന്ന ഇതെങ്ങനെയാണ് ഞാൻ ഈ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ക്ലാസ്, ഈ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് എന്തായാലും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? പേഴ്സണിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ന്യൂ കീവേഡ് യൂസ് ചെയ്ത്. ദെൻ ഞാൻ പറയാണ്, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു സെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. സെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രിങ് അതിനകത്തേക്ക് പാസ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ നേരത്തെ പാസ് ചെയ്ത ആ നെയിം എന്നുള്ളത് അസൈൻ ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ പറയുന്നത്. അതുപോലെ ഞാൻ ഏജും സെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ള ആ നെയിം ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അഗൈൻ പേഴ്സൺ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് വിളിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇതിനകത്ത് സെറ്റ് ആയിട്ടുള്ള ആ നെയിം ഇങ്ങോട്ടേക്ക് ഫെച്ച് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബേസിക്കലി സെറ്റേഴ്സ് ആൻഡ് ഗെറ്റേഴ്സ് എഴുതിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും എൻകാപ്സുലേഷനെ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഹെറിറ്റൻസ് എന്താന്നുള്ളതാണ്. ഡെഫിനേഷൻ എങ്ങനെയാണ്? ഇൻഹെറിറ്റൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ ഡേറ്റ മെമ്പേഴ്സ് and methods from one class to another class, and this another class can have its own data members and methods. ഏത് ക്ലാസ്സിൽ നിന്നാണോ നമ്മൾ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെ നമുക്ക് സൂപ്പർ ക്ലാസ് എന്ന് വിളിക്കാം, പാരന്റ് ക്ലാസ് എന്നും ബേസ് ക്ലാസ് എന്നും വിളിക്കാം. ഏത് ക്ലാസ് ആണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ സബ് ക്ലാസ് എന്ന് വിളിക്കാം, ചൈൽഡ് ക്ലാസ് എന്ന് വിളിക്കാം, ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാം, അതും അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ക്ലാസ് എന്നും വിളിക്കാം. എങ്ങനെയാണ് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുള്ള സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലാസ് എന്നുള്ള കീവേഡ്, പിന്നെ ഇതിന്റെ സബ് ക്ലാസിന്റെ നെയിം, അതായത് ഡിറൈവ്ഡ് ക്ലാസിന്റെ നെയിം, എന്നിട്ട് നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ എക്സ്റ്റെൻസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇവിടെ ഞാൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ പേര് കൊടുക്കും, എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു, ദെൻ എന്റെ സൂപ്പർ ക്ലാസിന്റെ ബേസ് ക്ലാസിന്റെ പേര് കൊടുക്കുന്നു. ദെൻ വിത്തിൻ പ്രൈസസ് എനിക്ക്
എന്തൊക്കെയാണ് ഡേറ്റ മെമ്പേഴ്സ് വേണ്ടത്, അതുപോലെ മെത്തേഡ്സ് വേണ്ടത് വെച്ചാൽ അതൊക്കെ എഴുതാം. ഇവിടെ ഒരു കംപ്ലീറ്റ് എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഒരു ഡേറ്റ മെമ്പർ ഉണ്ട്, അതിന്റെ വാല്യൂ ഇനീഷ്യലൈസും ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ സബ് ക്ലാസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലാസ്സിന് പേരുള്ളത്, അത് എക്സ്റ്റൻസ് എന്റെ സൂപ്പർ ക്ലാസ്. ഓക്കെ, അതിനകത്ത് വേറൊരു വേരിയബിൾ ഉണ്ട്, അതും ഇനീഷ്യലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരി, ഇനി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലുള്ള മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, എംപ്ലോയി എന്ന സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു ഡേറ്റ മെമ്പറിനെ എനിക്ക് എഞ്ചിനീയറിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഞാൻ ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഞ്ചിനീയർ ക്ലാസ്സിലോട്ട്. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് ഇൻഹെറിറ്റൻസിന്റെ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇതിനകത്ത് ചെയ്യുന്നത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതായത് രണ്ട് ക്ലാസ്സസ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളൂ, ഒരു പാരന്റ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും. ഇവിടെ പാരന്റ് ക്ലാസ് ഇതാണ്, അതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചൈൽഡ് ക്ലാസ്. ദെൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, എൻ്റെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പാരന്റ് ക്ലാസ്സിലുള്ള മെത്തേഡും കൂടെ ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഒരു ബേസ് ക്ലാസ് കാണും, അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് കാണും, അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ് കാണും. ഒരു മൾട്ടി ലെവൽ പോലെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. നോക്കിക്കേ, ഇതെന്റെ പാരന്റ് ക്ലാസ്, ഇതെന്റെ മിഡിൽ ക്ലാസ്, അത് 2 എക്സ്റ്റൻസ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, 3 എക്സ്റ്റൻസ് 2. സിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇങ്ങരുടെ ബേസ് ക്ലാസ്, ബിനെ സംബന്ധിച്ചിടത്തോളം എ ആണ് ബേസ് ക്ലാസ്. അങ്ങനെ മൾട്ടിപ്പിൾ ലെവൽ ഇൻഹെറിറ്റൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്, സിയെ സംബന്ധിച്ചിടത്തോളം എ എന്ന് പറയുന്നത് ഇത് പാരന്റ് ക്ലാസ് ആണെങ്കിൽ ഇത് ഗ്രാൻഡ് പാരന്റ് ക്ലാസ് ആണ് സിയെ സംബന്ധിച്ചിടത്തോളം. സോ എനിക്ക് 3 എന്ന് പറയുന്ന തേർഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലുള്ള മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റും, സെക്കൻഡ് ക്ലാസ്സിലുള്ള മെത്തേഡ് കോൾ ചെയ്യാം, പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള മെത്തേഡും കോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് അത്രയും ആക്സസിബിലിറ്റി ഉണ്ട് ഇൻഹെറിറ്റൻസ് കാരണം. നെക്സ്റ്റ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ട്, ഡിറൈവ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ക്ലാസ്സസ്, ഇതിന്റെ എല്ലാം ബേസ് ക്ലാസ് സെയിം ആയിരിക്കും. അതായത് ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി എക്സ്റ്റൻസ് എ, ക്ലാസ് സി എക്സ്റ്റൻസ് എ, ക്ലാസ് ഡി എക്സ്റ്റൻസ് എ. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് സിംഗിൾ ഇൻഹെറിറ്റൻസ് പോലെ തന്നെ, പക്ഷെ എന്താണ്, മൾട്ടിപ്പിൾ ക്ലാസ്സസ് ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അതാത് ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് സ്വന്തം ക്ലാസ്സിലെയും അതുപോലെ തന്നെ ബേസ് ക്ലാസ്സിലെയും എല്ലാ കണ്ടന്റ്സും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് ഈ ഡിറൈവ്ഡ് ക്ലാസ്സസിന് പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്ങനെ, എക്സ്റ്റൻസ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഡയമണ്ട് പ്രോബ്ലം ഒക്കർ ചെയ്യും. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡ് ക്ലാസ് കാണും, അത് 2 പാരന്റ് ക്ലാസ്സസിനെ ഒന്നിച്ച് ഇൻഹെറിറ്റ് ചെയ്യുന്ന സെനാരിയോ ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ആ കേസിലാണ് നമ്മൾ പറഞ്ഞ ഡയമണ്ട് പ്രോബ്ലം വരും എന്നുള്ളത്. നോക്കിക്കേ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ പാരന്റ് 1 അതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പാരന്റ് 2 ഉണ്ട്, അത് സെക്കൻഡ് പാരന്റ് ക്ലാസ്, അതിനകത്തും സെയിം നെയിമിലുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എൻ്റെ തേർഡ് ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റൻസ് പാരന്റ് 1 ആൻഡ് പാരന്റ് 2. 2 ക്ലാസ്സസിനെയും ഒരുമിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾ എന്ത് ചെയ്യാണ്, ആളുടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഫൺ എന്ന് പറയുന്ന ആ മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് നോക്കി. എൻ്റെ ഈ സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്ന 2 പാരന്റ് ക്ലാസ്സസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഏത് ഫണ്ണിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നൊരു ആംബിഗിറ്റി ഇവിടെ റേസ് ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡയമണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു കമ്പൈലേഷൻ എറർ ആയിരിക്കും നമുക്ക് ത്രോ ചെയ്ത് കിട്ടുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാകും. പക്ഷെ എങ്ങനെയാണ്, ഇന്റർഫേസസ് യൂസ് ചെയ്തിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇന്റർഫേസ് ക്ലാസ് അല്ല,
ഇന്റർഫേസ് വെച്ചിട്ടാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്റർഫേസ് എൻ്റെ ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ഇന്റർഫേസ്, അതിനകത്ത് ഞാനൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ എൻ്റെ തേർഡ് ഇന്റർഫേസ്, അത് 1ഉം 2ഉം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്റർഫേസസിനെ എക്സ്റ്റെൻഡ് ആണ് ചെയ്യുക. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത്. ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും, ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്യും, ക്ലാസ് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചൈൽഡ് ക്ലാസ് ഇംപ്ലിമെന്റ്സ് എൻ്റെ ഈ തേർഡ് ഇന്റർഫേസ്. ഈ തേർഡ് ഇന്റർഫേസ് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടരെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇംപ്ലിമെന്റ് ചെയ്ത ഈ ചൈൽഡ് ക്ലാസ്സിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? പ്രിന്റ് ഗീക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓവർറൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രിന്റ് ഗീക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ എൻ്റെ രണ്ട് ക്ലാസ്സസിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? 1-നകത്തും അതുപോലെ 3-ക്കകത്തും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രിന്റ് 4 എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അതിന്റെ ഇംപ്ലിമെന്റേഷനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെവിടെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? എൻ്റെ ഇന്റർഫേസ് 2-നകത്ത്. 3 ഇന്റർഫേസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഡ്രൈവർ ക്ലാസ്സിലേക്ക് പോവാം. ഈ മെയിൻ ഫംഗ്ഷനിൽ നോക്കിക്കേ, ചൈൽഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രിന്റ് ഗീക്ക്, പ്രിന്റ് 4, പ്രിന്റ് ഗീക്ക് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പ്രിന്റ് ഗീക്ക് വിളിക്കുമ്പോൾ, പ്രിന്റ് ഗീക്ക് നമ്മൾ രണ്ടിടത്ത് കണ്ടായിരുന്നു അല്ലെ? അങ്ങനെ കാണുമ്പോൾ സിസ്റ്റത്തിന് കൺഫ്യൂഷൻ വരില്ല. കാരണം ഇത് രണ്ടും ഡിക്ലറേഷൻസ് ആണ്. ഇന്റർഫേസ് 1-നകത്തും ഇന്റർഫേസ് 3-ക്കകത്തുള്ള പ്രിന്റ് ഗീക്ക് എന്ന് പറയുന്നത് ഡിക്ലറേഷൻസ് ആണ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഞാൻ ആ ചൈൽഡ് ക്ലാസ്സിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇതിനെ രണ്ടിനെയും ഓവർറൈഡ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഗീക്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാനായിട്ട്. സോ ഞാൻ കൺസോളിനകത്ത് ഗീക്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഔട്ട്പുട്ട് കാണും. ദെൻ അഗെയിൻ C.print 4, ഇത് എവിടെയാണ് കിടക്കുന്നത്? എൻ്റെ സെക്കൻഡ് ക്ലാസ്സിലാണ് കിടക്കുന്നത്. അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഇംപ്ലിമെന്റേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 എന്നുള്ളത് സിസ് ഔട്ട് ചെയ്യാനായിട്ട്. സോ സെക്കൻഡ് ലൈൻ കൺസോളിൽ കാണുന്നത് 4 എന്നുള്ളതായിരിക്കും. ദെൻ തേർഡ് ലൈനിൽ നോക്കിക്കേ, അഗെയിൻ പ്രിന്റ് ഗീക്ക് വിളിക്കുന്നു. നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. അഗെയിൻ ഇറ്റ് പ്രിന്റ്സ് ഗീക്സ്. I hope you got the point. Now coming to the next one. ഇത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ് ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇതും ഇംപ്ലിമെന്റേഷൻ ടൈം ആവുമ്പോൾ നോക്കിക്കേ, ഇതും ആക്ച്വലി ജാവയ്ക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്ലാസ്സസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇന്റർഫേസസ് വെച്ച് ചെയ്യേണ്ടി വരും. കാരണം ഡി എന്ന് പറയുന്ന ക്ലാസ്സിന് രണ്ട് പാരന്റ് ക്ലാസ്സിന് അതിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇന്റർഫേസ് യൂസ് ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് ടോപ്പിക് പോളിമോർഫിസം ആണ്. അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പോളി എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മെനി, മോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഫോം എന്നുള്ള അർത്ഥമാണ്, മെനി ഫോംസ് എന്നുള്ള അർത്ഥമാണ്. സോ പോളിമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോളിമോർഫിസം രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കമ്പൈൽ ടൈം പോളിമോർഫിസം ഉണ്ട്, റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. അതിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. റൺ ടൈം പോളിമോർഫിസത്തിനകത്ത് വരുന്നത് വെർച്വൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു കമ്പൈൽ ടൈം പോളിമോർഫിസം ഉണ്ട്. അതിനെ നമുക്ക് സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് ആൻഡ് ഓവർലോഡിംഗ് എന്നും വിളിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുമ്പോൾ അത് ഡൈനാമിക് ബൈൻഡിങ് എന്നും അതിനെ വിളിക്കാം, ലേറ്റ് ബൈൻഡിങ് ആൻഡ് ഓവർ റൈഡിങ്. ആ ടെർമിനോളജീസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെൻഷൻ ചെയ്തത് കേട്ടോ. പിന്നെ ജാവയ്ക്കകത്ത് ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇല്ല, ഫംഗ്ഷൻ മെത്തേഡ് ഓവർലോഡിങ് മാത്രമേ ഉള്ളൂ. എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, സെയിം നെയിമിലുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. പോളിമോർഫിസത്തിന്റെ മീനിങ് തന്നെ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിങ് വൺ ഫോം ഇൻ മൾട്ടിപ്പിൾ ഫോംസ് എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഫൺ എന്ന് പറയുന്ന മെത്തേഡ് അത് എന്താണ്, മൾട്ടിപ്പിൾ ഫൺ മെത്തേഡ്സ് ഞാൻ ഒരൊറ്റ ക്ലാസ്സിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്ന് ഇന്റ് എ എന്ന് പറയുന്ന ഒറ്റ ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത്. ഒറ്റ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന വേറൊരു ഫണ്ണും കൂടെ ഇവിടെ ഉണ്ട്, അതിനകത്ത് ക്യാർ എ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ
ആർഗ്യുമെന്റ്സിന്റെ നമ്പർ സെയിം ആണെങ്കിലും ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ് ഡിഫറെന്റ് ആയിട്ടാണ് ഈ രണ്ട് ഫംഗ്ഷൻസിലും എഴുതിയിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഡിഫർ ചെയ്തിട്ടാണ് ഈ മിഡിലിൽ വരുന്ന ഫൺ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്, ഒരു ഇന്റ് എയും ഒരു ഇന്റ് ബിയും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഓവർലോഡിങ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ക്ലാസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിനകത്ത് ഞാൻ സെയിം ക്ലാസ്സിനകത്ത് തന്നെ ഞാൻ സെയിം നെയിമിൽ തന്നെ രണ്ട് ഫങ്ഷൻസ് എഴുതി വെച്ചിരിക്കുക. പക്ഷേ അതിന്റെ ആർഗ്യുമെന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇന്റ് ആണ് ഒരെണ്ണത്തിൽ പാസ് ചെയ്യുന്നതെങ്കിൽ അടുത്തതിൽ ഞാൻ ഡബിൾ ആണ് പാസ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഡിഫർ ചെയ്യുന്നത് സെയിം ക്ലാസ്സിൽ തന്നെ ഞാൻ സെയിം നെയിമിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, ഇന്റ് എ ഇന്റ് ബി രണ്ട് ആർഗ്യുമെന്റ്സ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ദ സെക്കൻഡ് മെത്തേഡ് ഐ എം പാസിംഗ് 3 വേരിയബിൾസ്, ഐ മീൻ 3 ആർഗ്യുമെന്റ്സ്. നോക്കിക്കേ, ഇന്റ് എ ഇന്റ് ബി ഇന്റ് സി. സോ അങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് ജാവയ്ക്കകത്ത് ചെയ്യുന്നത്. കമ്പൈൽ ടൈം പോളിമോർഫിസം, CPP-ന്റെ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ ആക്ച്വലി 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് പോസിബിൾ ആണ്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പോസിബിൾ ആണ്, പിന്നെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ജനറിക് ക്ലാസസ് യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഓഫ് ക്ലാസസിനെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. CPP-ക്കകത്ത് അതുകൂടെ പോസിബിൾ ആണ്. ജാവയ്ക്കകത്താണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഡിഫർ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് ഡിഫർ ചെയ്തുകൊണ്ടായിരിക്കാം. റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓവർ റൈഡിംഗ് ആണ്. റൺ ടൈം പോളിമോർഫിസം ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ കോൾ ടു an overridden method is resolved at runtime rather than compile time. മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ ബേസിക്കലി നടക്കുന്നത് എന്താ വെച്ചാൽ, an overridden method is called through the reference variable of a superclass, and the determination of the method to be called is based on the object being referred to by the reference variable. ഒരു പാരന്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് void print എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സെക്കൻഡ് ക്ലാസ് അത് പാരന്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻസ് പാരന്റ്. ഇനി വേറൊരു സബ് ക്ലാസ് ഉണ്ട്, അതും എക്സ്റ്റെൻസ് പാരന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്ലാസ്സിലെ അതിനകത്ത് പ്രിന്റ് മെത്തേഡ് ഉണ്ട്, സെക്കൻഡ് സബ് ക്ലാസ്സിനകത്തും പ്രിന്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു ക്ലാസ് ഉണ്ട്, അതിലാണ് ഞാൻ മെയിൻ ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ പാരന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. എപ്പോഴാണ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുക? എനിക്ക് സബ് ക്ലാസ് 1ന്റെ, അതായത് എൻ്റെ ഈ ഒരു ചൈൽഡിന്റെ മെത്തേഡാണ് എനിക്ക് ഓവർ റൈഡ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അത് വെച്ചിട്ടായിരിക്കും ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ ആ പ്രിന്റ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യും. ഇൻ കേസ് എനിക്ക് സെക്കൻഡ് സബ് ക്ലാസിന്റെ പ്രിന്റ് ഫംഗ്ഷൻ ആണ് ഇൻവോക്ക് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് സബ് ക്ലാസ് 2ന്റെ കൺസ്ട്രക്ടർ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് അതിനകത്ത് പ്രിന്റ് ഫംഗ്ഷനെ ഞാൻ ഇൻവോക്ക് ചെയ്യാം. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആദ്യം തന്നെ സബ് ക്ലാസ് 1 എന്നുള്ളത് പ്രിന്റ് ആയി വരും, ദെൻ സബ് ക്ലാസ് 2 എന്നുള്ളത് പ്രിന്റ് ആയി വരും. ഈ ഒരു ഫിഗർ നോക്കിക്കാൻ നിങ്ങൾ ഓവർ റൈഡിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിഗർ ആണ്. ഇതിനകത്ത് എനിക്ക് ബേസ് ക്ലാസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ്സിനകത്തും ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും സെയിം നെയിമിൽ സെയിം ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് സെയിം ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിനകത്തുള്ള മെത്തേഡ് എനിക്ക് ഓവർ റൈഡ് ചെയ്യണം. റൺ ടൈമിൽ ഈ ഒരു മെത്തേഡ് അല്ല, എനിക്ക് ഓവർ റൈഡ് ചെയ്തിട്ടാണ് വരേണ്ടതെങ്കിൽ ഞാൻ ഈ ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ കൺസ്ട്രക്ടർ വെച്ചിട്ട് ഞാൻ ആ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും. അതായത് റെഫറൻസ് വേരിയബിൾ ഓഫ് പാരന്റ് ക്ലാസ് ഉണ്ടല്ലോ, അത് എന്തിലേക്കായിരിക്കും പിന്നെ പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കായിരിക്കും പോയിന്റ് ഉണ്ടായിരിക്കുക. അതായത് വെൻ റെഫറൻസ് വേരിയബിൾ ഓഫ് പാരന്റ് ക്ലാസ് റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ചൈൽഡ് ക്ലാസ്, ഇറ്റ് ഈസ് നോൺ ആസ്
അപ്കാസ്റ്റിംഗ്. അത് ഓർത്ത് വെക്കണം, അപ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പോഴും ഓർത്ത് വെക്കുക, മെത്തേഡ് ഓവർലോഡിങ് കമ്പൈൽ ടൈം പോളിമോർഫിസവും മെത്തേഡ് ഓവർ റൈഡിങ് റൺ ടൈം പോളിമോർഫിസവും ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.